ഹലോ കിഡ്സ്. സോ നമ്മളുടെ എക്സാം ഇങ്ങനെ എത്താറായി കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസാനം എന്തായി? എക്സാമിന്റെ തുമ്പിലെത്തി, അവൻ തുമ്പത്തെ എക്സാം എത്തി അല്ലെ. ഇനി നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രശ്നക്കാരനായി തോന്നുന്ന ഒരാളായിരിക്കും മാത്സ് എന്ന് പറയുന്നത്. മാത്സിന് എത്ര ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനുള്ളത്? ഈ ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഒരു 80% ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന എന്താണ്? ഇവന്മാരിൽ നിന്നാണ്. അതായത് 6 മുതൽ 10 വരെ. ഇനി നിങ്ങൾക്കുള്ള ഒരു സംശയമായിരിക്കും, അല്ല മിസ്സേ ഇവന്മാരൊക്കെ വെയിറ്റേജ് എങ്ങനെയാണ്, ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസാ വരാന്നുള്ളത് ഒരു സംശയം മക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആക്ടിവിറ്റി ആണ് അല്ലെ ഉണ്ടാവുക. 6 ആക്ടിവിറ്റികളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നമ്മളുടെ ഓൺ എക്സാം പോലെ തന്നെ ആയിരിക്കും ക്രിസ്മസ് എക്സാമും. ഓൺ എക്സാം പോലെ തന്നെ 6 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക? നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക. അതിൽ ഒരു ആക്ടിവിറ്റി റേഷ്യോ എന്നായിരിക്കും, ഒന്ന് നമ്മളുടെ ഷോർട്ട് ഹാൻഡ് മാത്ത് ആയിരിക്കും, ഒന്ന് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിലായിരിക്കും, ഒന്ന് നമ്പർ റിലേഷനിൽ നിന്നായിരിക്കും, അങ്ങനെയെങ്കിൽ ഒന്ന് ഏരിയ ഓഫ് ട്രയാങ്കിൾ നിന്നായിരിക്കും. അങ്ങനെയെങ്കിൽ എത്ര എണ്ണായി? 5 ആക്ടിവിറ്റീസ് ആയി അല്ലെ. 5 ആക്ടിവിറ്റീസ് ആയി. ഈ 5 ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ഈ ഒരൊറ്റ ആക്ടിവിറ്റി ബാക്കിയുള്ള ഒരു ആക്ടിവിറ്റി ഇല്ലേ, ആ ആക്ടിവിറ്റി ആയിരിക്കും ഓൺ എക്സാമിന്റെ മുന്നേ ഉള്ള 4 ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിരിക്കും വരാൻ പോകുന്നത്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റേഴ്സ് ഭയങ്കര അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ബാക്കിയുള്ള സമയം എന്തിനു കൊടുക്കുക? നമ്മളുടെ ഓൺ എക്സാമിന്റെ മുന്നേയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുറെ ആൾക്കാരുടെ സംശയങ്ങളാണ്, അല്ല മിസ്സേ ഈ അസസ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു, അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നു പറഞ്ഞു. അങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എവിടുന്നാ കിട്ടുക, അതെങ്ങനെയാ പഠിക്കുക എന്നുള്ളത്. സോ ന്യൂ പാറ്റേണിലുള്ള അസസ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് അങ്ങോട്ട് പഠിപ്പിച്ചു തരാൻ പോവാണ് കേട്ടോ. അതായത് ഇവിടെ നോക്കിയേ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ എഴുതാനുണ്ട്, അവന്മാരൊക്കെ സ്റ്റഡി ഗ്രൂപ്പിൽ ഇടും. അപ്പൊ നിങ്ങൾക്ക് നോക്കി എഴുതാൻ പറ്റും. നോട്ട്സ് ഒക്കെ അവിടെ കിട്ടും കേട്ടോ, ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തു നേരെ ജോയിൻ ചെയ്യുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് തരും. 1, 2 2 സ്റ്റേറ്റ്മെന്റ്സ് തരും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്, if 2 ropes are in the ratio 2:3, then the shorter rope is always 2/3 of the longer rope. ഇത് ശരിയായിട്ടുള്ള ഒന്നാണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി അടുത്ത് നോക്ക്, if 2 buckets have capacities in the ratio 3:5 the smaller bucket holds 3/5 of the water in larger bucket. അതും ശരിയാണ് അല്ലെ. അതും ശരിയാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലെ. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതായത് 2 കയറുകൾ 2:3 അംശബന്ധത്തിലാണെങ്കിൽ ചെറിയ കയർ എപ്പോഴും ആകെ കയറിന്റെ 2/3 ഭാഗമായിരിക്കും. 2 ബക്കറ്റുകൾ 3:5 അംശബന്ധത്തിൽ ഉള്ളളവുണ്ടെങ്കിൽ ആകെ വെള്ളത്തിന്റെ 3/5 ഭാഗം ചെറിയ ബക്കറ്റിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ 2 എണ്ണം ശരിയാണ്. ഇനി ഓപ്ഷൻസ് നോക്ക്, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന ആണ് അല്ലെ. അതായത് പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ഇത് ശരിയല്ല. നമുക്ക് 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. ഇതും അല്ല അല്ലല്ലോ. പ്രസ്താവന 1 തെറ്റാണോ? അല്ല, ഇവന്മാരെല്ലാരും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇത് നോക്ക്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഇനി ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 is not a reason for statement 1. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. എങ്കിൽ എന്തല്ല, പ്രസ്താവന 1ന്റെ കാരണമാണ് രണ്ടാമത്തെ പ്രസ്താവന എന്നുള്ളത് ശരിയാണോ? പ്രസ്താവന 1ന്റെ കാരണമാണ് രണ്ടാമത്തെ പ്രസ്താവന. നോക്ക്, ഇത് ഇവന്റെ കാരണമാണ് എന്നാ പറയുന്നത്. ഡി ഓപ്ഷൻ നോക്ക്, പ്രസ്താവന 1ന്റെ കാരണമല്ല പ്രസ്താവന 2. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവന്മാർ 2 ആളും ശരിയാണ്. ഇതിന്റെ കാരണമാണോ ഇവന്? അല്ല അല്ലെ, ഇവന്റെ കാരണമൊന്നുമല്ല. സോ ഏതായിരിക്കും ശരിയായിട്ടുള്ളത്? നമുക്ക് ഡി ആൻസർ ആയിരിക്കും. 2 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്, പക്ഷെ എന്തല്ല, ഇവന്റെ കാരണമൊന്നുമല്ല, റീസൺ ഒന്നുമല്ല ഇവൻ രണ്ടാമത്തത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്, ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 38 + 5 - 3 we can also compute it as എങ്ങനെയും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും? 38 + 5 - 3 എന്നും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ബിക്കോസ് 5 is greater than 3. 5 3നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട്. ഇതൊക്കെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒക്കെ, the expression x + y - z is equal to എന്താണ്? x + y - z ആണ്. holds true only when y greater than z. ഓക്കെ, നോക്ക്, 38 + 5
-3ന്റെ മൂലം കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 38 + 5 - 3 ആയും കണക്കാക്കാം. കാരണം 5 എന്നത് 3നേക്കാൾ വലുതാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് അടുത്ത നോക്കിയേ, x + y - z ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? x + y - z എന്ന പ്രയോഗം y > z ആകുമ്പോൾ മാത്രമേ ശരിയാകൂ. അപ്പൊ നിങ്ങൾ അത് നോക്ക്, ഒന്നാമത്തെ പ്രസ്താവന ശരിയല്ലേ? 38 + 5 - 3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതുപോലെ എഴുതാൻ പറ്റും. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി അടുത്ത നോക്ക്, 38 x + y - z ഈക്വൽ ടു x + y - z. ഇങ്ങനെ ഒരു, നമ്മൾ ഷോർട്ട് ഹാൻഡ് മാത്ത് പഠിച്ചതാണ്, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് കൊണ്ടല്ലേ, നോക്ക്, ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഉണ്ടായത് കൊണ്ടല്ലേ ഇതിനെങ്ങനെ എഴുതാൻ പറ്റിയത് അല്ലെ? ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇതിനെങ്ങനെ എഴുതാൻ പറ്റിയത്. അതായത് ഇവന്റെ കാരണമാണ് ഇവന് അല്ലെ. ഇവർ പറയാനത് എക്സ്പ്രഷൻ x + y - z ഈക്വൽ ടു x + y - z ഹോൾ ട്രൂ ഓൺലി വെൻ y > z. y > z ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? x + y - z എന്നുള്ളതിന് പകരം x + y - z യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? ഇതിന്റെ കാരണമാണ് എന്നുള്ളത് ശരിയാണ് അല്ലെ. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, രണ്ട് പ്രസ്താവനകളും ശരിയാണ്. പിന്നെ എന്താണ്? ഒന്നാമത്തെ പ്രസ്താവനയുടെ കാരണമാണ് രണ്ടാമത്തെ പ്രസ്താവന അല്ലെ. അതുപോലെ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 is the reason of statement 1. സോ സി ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതുപോലെയാണ് ആൻസർ ചെയ്ത. ഇനി അടുത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നോക്ക്. ദ പ്രൊഡക്റ്റ് 2⁴ into 2⁵ is equal to 2⁷ because while multiplying powers of the same base we add the exponent. അത് നമുക്കറിയാം അല്ലെ. അതായത് 2⁴ plus into 2⁵ is equal to 2⁷ ആവാൻ കാരണം എന്താണ്? നമുക്കറിയാം. ഇതെന്ത് ചെയ്താൽ മതി? രണ്ട് ബേസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവന്മാർ രണ്ടാളെയും ആഡ് ചെയ്താൽ മതി. 4 + 3 2⁷ എഴുതിയാൽ മതി. ഇനി അടുത്ത നോക്കിയ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഇൻ മൾട്ടിപ്ലൈയിങ് ദ പവേഴ്സ് ഓഫ് എനി നമ്പർ x⁻m into x⁻n ദ റിസൾട്ട് ഈസ് ഓൾവേസ് x⁻m + 1. അതായത് x⁻m into x⁻n നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ റിസൾട്ട് എന്തായിരിക്കും? x⁻m + n അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ റീസൺ ആണ് ഇവന് അല്ലെ. അതൊക്കെ 2⁻4 into 2⁻3 2⁻7 ആവാൻ കാരണം എന്താണ്? ഗുണനഫലത്തിന്റെ കൃത്യംഗം ഗുണിക്കുന്ന സംഖ്യകളുടെ കൃത്യംഗങ്ങളുടെ തുകയാണ്. ഇനി x ഏത് സംഖ്യയും mn ഇവ ഏത് രണ്ട് എണ്ണൽ സംഖ്യയുമായാലും x⁻m into x⁻n എന്ന് പറയുന്നത് x⁻m + n ആണ്. സോ ഇവൻ ശരിയാണ്, ഇതിന്റെ റീസൺ ആണ് ഇവന്. സോ എന്തായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് 2 is the reason for statement 1. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങൾക്ക് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും? ഇതിനാലോചിച്ചിട്ട് നിങ്ങൾ പേടിക്കേ വേണ്ട കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു നോക്കുക. ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉറപ്പിക്കുക. രണ്ടെണ്ണം ശരിയാണോ രണ്ടെണ്ണം തെറ്റാണോ, അല്ലെങ്കിൽ ഒന്ന് ശരിയോ ഒന്ന് തെറ്റാണോ നിങ്ങൾ എന്തായാലും ഉറപ്പിക്കുക. എന്നിട്ട് രണ്ടും ശരിയാണെങ്കിൽ രണ്ടാമത്തത് ഒന്നാമത്തതിന്റെ റീസൺ ആണോ കാരണമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ആനക്കാരിയൊന്നും അല്ല ഇവന്. പഠിച്ചോ? അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ഇടാട്ടോ. നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഉണ്ട്, നമ്മുടെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് 7 ഓൺലൈൻ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൺലൈൻ ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ നമ്മൾ അങ്ങോട്ട് തരിക. അതും വെറും 1249. ആദ്യം ചേരുന്ന 2000 കുട്ടികൾക്ക് മാത്രം. ആദ്യം ചേരുന്ന 2000 കുട്ടികൾക്ക് 1249 എന്ന് പറയുന്ന ഓഫറിനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ? ഇപ്പൊ എനിക്കറിയാം ഈ വീഡിയോ കണ്ടുടനെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്താണ്, നാളെ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ജോയിൻ ചെയ്താലോ, എനിക്ക് മാത്സിൽ ഈ ചാപ്റ്റർ മനസ്സിലാകുന്നില്ല, ഈ ചാപ്റ്ററിന്റെ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പഠിക്കായിരുന്നു എന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഒരു തോന്നൽ വന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുമ്പോഴേക്ക് ഈ 2000 കുട്ടികളൊക്കെ ഫില്ലായി പോയിട്ടുണ്ടാകും. അപ്പോൾ മക്കള് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ആഗ്രഹം അങ്ങനെ ചെയ്യാവോ ഒരു ഡൗട്ട് എവിടെയെങ്കിലും ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും നമ്പറും ക്ലാസ്സും അടിച്ചിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം. ആകെ 10 സെക്കൻഡ് സമയം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതോ വലിയൊരു ഓഫറാണ്. അപ്പൊ വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കും കേട്ടോ. ബാക്കിയൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ? രജിസ്റ്റർ ചെയ്തോ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇപ്രാവശ്യം പൊളിക്കും.